വിമാനാപകടവും ബ്ലാക്ക് ബോക്സും. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണത്തെ ബ്ലാക്ക് ബോക്സ് എങ്ങനെ സഹായിക്കുന്നു? ഒരു വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ ഉയരം, വേഗം, എഞ്ചിൻ പ്രവർത്തനം, നിയന്ത്രണ ഉപകരണങ്ങളുടെ നീക്കം, സിസ്റ്റം അലേർട്ടുകൾ തുടങ്ങിയ സുപ്രധാന സാങ്കേതിക വിവരങ്ങൾ അടങ്ങിയ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ബ്ലാക്ക് ബോക്സിലാണ് രേഖപ്പെടുത്തുന്നത്. പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ, കോക്പിറ്റിലെ ശബ്ദങ്ങൾ, അലാറങ്ങൾ, ചെക്ക് ലിസ്റ്റുകൾ തുടങ്ങിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ബ്ലാക്ക് ബോക്സുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഈ രണ്ട് സുപ്രധാന വിവരങ്ങൾ അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് ഡേറ്റ, റഡാർ, എയർ ട്രാഫിക് കൺട്രോൾ രേഖകൾ എന്നിവയെ ഒത്തുചേർത്ത് സാങ്കേതിക തകരാറാണോ, അതായത് എഞ്ചിൻ അല്ലെങ്കിൽ സിസ്റ്റം തകരാറാണോ, മനുഷ്യ പിഴവാണോ എന്നത് വ്യക്തത വരുത്താൻ ബ്ലാക്ക് ബോക്സ് സഹായിക്കും. പൈലറ്റുമാരുടെ ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്ന സന്ദേശവും മെയ്ഡേ കോളിന്റെ സമയക്രമവും പശ്ചാത്തലവും ബ്ലാക്ക് ബോക്സ് സ്ഥിരീകരിക്കും. എഞ്ചിൻ ത്രസ്റ്റ് നഷ്ടപ്പെട്ടത് എപ്പോൾ എന്നതും വിമാന ജോലിക്കാർ എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നതും ഇതിൽ നിന്ന് വ്യക്തമാകും. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ നിന്ന് വിമാനം പരമാവധി 625 അടി ഉയരമേ കൈവരിച്ചിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. എഞ്ചിൻ ത്രസ്റ്റ്, ഫ്ലാപ്പിന്റെ നില, ലാൻഡിംഗ് ഗിയർ തുറന്ന നില എന്നിവയിൽ എന്തെങ്കിലും അസാധാരണത ഉണ്ടായിരുന്നോ എന്നും ഇത് വ്യക്തമാക്കും. കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് എന്തെങ്കിലും ഓട്ടോമേറ്റഡ് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നോ, അവർ എമർജൻസി നടപടികൾ എങ്ങനെ ഏകോപിപ്പിച്ചു, സാങ്കേതിക പ്രശ്നങ്ങൾ അപകടത്തിന് മുമ്പ് ചർച്ച ചെയ്തിരുന്നോ എന്നതും ബ്ലാക്ക് ബോക്സിൽ നിന്ന് വ്യക്തമാകും. ഇതിൽ നിന്ന് സാങ്കേതിക തകരാറോ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുടെ പ്രതികരണത്തിലോ മറ്റ് ഘടകങ്ങളിലോ പ്രശ്നമുണ്ടായിരുന്നോ എന്നതും വ്യക്തമാകും. അന്വേഷണ സംഘത്തിന് അപകട കാരണം വ്യക്തമായി നിർണ്ണയിക്കാൻ നിർണായകമായ പങ്കാണ് ബ്ലാക്ക് ബോക്സ് വഹിക്കുന്നത്. എന്തായാലും ബ്ലാക്ക് ബോക്സ് ഡേറ്റയുടെ പൂർണ്ണ വിശകലനം കഴിഞ്ഞ് മാത്രമേ അന്തിമ കാരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ.